നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ADGP അജിത് കുമാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാർ ഉചിതമായ ശിക്ഷ നൽകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അജിത് കുമാർ RSS നേതാവിനെ എന്തിന് കണ്ടു എന്നതാണ് വിഷയം. നിയമവും ചട്ടവും നോക്കി മാത്രമേ സർക്കാരിന് നടപടിയെടുക്കാനാവൂ എന്നും TP രാമകൃഷ്ണൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഉറപ്പാക്കുമെന്ന് WCCയോട് മുഖ്യമന്ത്രി. സ്ത്രീകളുടെ സ്വകാര്യത സംരക്ഷിക്കുമെന്നും WCCക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. മോദി സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ട ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല. ചാണ്ടി ഉമ്മന്റെ നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. നിയമനത്തിന് ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയവുമായി ബന്ധമില്ലെന്നും ചെന്നിത്തല. സംഘർഷത്തിന് അയവില്ലാതെ മണിപ്പൂർ. സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളും അടച്ചിട്ടു. 2000 CRPF ജവാന്മാരെ കൂടി മണിപ്പൂരിൽ വിന്യസിക്കും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. യെച്ചൂരി ദില്ലി എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. യെച്ചൂരിയെ കാണാൻ MV ഗോവിന്ദൻ മാസ്റ്റർ ദില്ലിയിലേക്ക്. PT ഉഷ പാരീസിലും രാഷ്ട്രീയം കളിച്ചെന്ന് വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക്സിൽ അയോഗ്യതയാക്കപ്പെട്ട തനിക്ക് PT ഉഷ ആത്മാർത്ഥമായി പിന്തുണ നൽകിയില്ലെന്നും വിനേഷ് ഫോഗട്ട്. പാലക്കാട് മേനോൻപാറയ്ക്ക് സമീപം യുവതിക്ക് നേരെ ആക്രമണം. കൊട്ടിൽപ്പാറ സ്വദേശിനിയെ പ്രദേശവാസിയായ യുവാവാണ് വെട്ടിയത്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ യുവതിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംവിധായകൻ VK പ്രകാശിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. VK പ്രകാശ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചാണ് നടപടി. ഹീറോ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ മലേഷ്യയെ 8-1 തകർത്ത് ഇന്ത്യ. സെമി ഫൈനലിൽ പ്രവേശിച്ചു. രാജ്കുമാർ പാൽ ഹാട്രിക് നേടി. ഹർമൻപ്രീത് സിംഗ്, അരയ്ജിത് സിംഗ്, ഹുണ്ടൽ എന്നിവരും ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടി. മദ്രസ പഠനത്തിന് പോയ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മദ്രസ അധ്യാപകൻ ഉമയൂർ അഷ്റഫാണ് മർദ്ദിച്ചത്. കണ്ണൂർ കൂത്തുപറമ്പിലാണ് സംഭവം. കൃഷി വകുപ്പിന്റെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ വിളവെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി കൃഷിയോടൊപ്പം പുഷ്പകൃഷിക്കും തുടക്കം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനൊന്നും മറച്ചുവെക്കാനില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഹൈക്കോടതി പറഞ്ഞ രേഖകളെല്ലാം ഹാജരാക്കി. തുടർ നടപടി സ്വീകരിക്കാൻ കോടതിയുടെ ഇടപെടൽ ആവശ്യമാണെന്നും മന്ത്രി. KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടം. കോഴിക്കോട് പാലക്കാട് ദേശീയപാത മണ്ണാർക്കാട് കുമരംപുത്തൂരാണ് അപകടം. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കോട്ടയം കടുത്തുരുത്തിയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. ശിവദാസ്, ഭാര്യ ഹിത എന്നിവരാണ് വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് പോലീസ്. ആൺകുട്ടികളെ പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ താമരശ്ശേരി സ്വദേശി അറസ്റ്റിൽ. കട്ടിപ്പാറ, ചമൽ, പിട്ടാപ്പള്ളി PM സാബുവാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. ധോണി നരിക്കുഴി സ്വദേശി അശോകന്റെ ആടിനെയാണ് പുലി ആക്രമിച്ചത്. കഴിഞ്ഞ മാസവും വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം നടന്നെന്നും കുടുംബം.
ചാലിയാർ പുഴയിൽ തോണി പറഞ്ഞ് കാണാതായ ആൾക്കായി തെരച്ചിൽ തുടരുന്നു. കോളത്തറ മട്ടുമ്മലിന് സമീപമാണ് മീൻ പിടിക്കാൻ പോയവരുടെ തോണി മറിഞ്ഞത്. രാത്രി 12 മണിവരെ തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ മദ്യബസ് സംഘത്തിന്റെ അക്രമം. സ്റ്റാൻഡിൽ മദ്യപിച്ചെത്തിയ 4 സംഘമാണ് സ്വിഫ്റ്റ് ബസ്സിലെ ജീവനക്കാരെയും സ്റ്റാൻഡിലെ ജീവനക്കാരെയും മർദ്ദിച്ചത്. പ്രതികളെ നാട്ടുകാർ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിൽ സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധന. ഓഡിറ്റ് വിഭാഗം ഡയറക്ടർ നേരിട്ടെത്തിയാണ് നഗരസഭയിൽ തെളിവെടുപ്പ് നടത്തിയത്. തട്ടിപ്പ് നടന്ന സമയത്തേതടക്കമുള്ള ഫയലുകളാണ് പ്രധാനമായും പരിശോധിച്ചത്. വയനാടിന് കൈത്താങ്ങായി NGO യൂണിയൻ തിരുവനന്തപുരം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തകോത്സവത്തിന് തുടക്കം. പുസ്തകോത്സവം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചിന്ത ഉൾപ്പെടെയുള്ള 10ലധികം പ്രസാധകരുടെ പുസ്തകങ്ങൾ മേളയിലുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം പൂർത്തിയാവുന്നു. ദുരന്തബാധിത പ്രദേശത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും 13 അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് നൽകുക. ഓണത്തിന് ജില്ലയിലെ 54,920 കുടുംബങ്ങളിലാണ് സൗജന്യ ഓണക്കിറ്റ് എത്തുക. കുടുംബശ്രീയുടെ സംസ്ഥാനതല ഓണം വിപണന മേളയ്ക്ക് പത്തനംതിട്ടയിൽ തുടക്കം. മേളയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. 50ഓളം കുടുംബശ്രീ സംരംഭകരുടെ വിവിധതരം ഉൽപ്പന്നങ്ങളാണ് ഓണം വിപണന മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ശിരൂരിൽ കാണാതായ അർജുന്റെ ഓർമ്മയിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടെ മാതൃക നിർമ്മിച്ച് സ്കൂൾ വിദ്യാർത്ഥി. തൃശൂർ കൊടകര സ്വദേശി ആദിത്യനാണ് അർജുന്റെ ഭാരത് ബെൻസ് ലോറിയുടെ മാതൃക നിർമ്മിച്ചത്. വയനാടിനായി കൈകോർത്ത് മുംബൈയിലെ കളിവട്ടം കൂട്ടായ്മ. ബിരിയാണി ചലഞ്ചിലൂടെ 1 ലക്ഷം രൂപ സമാഹരിച്ചാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായത്. സംവാദങ്ങളുടെ ആൽബം എന്ന KENന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് NGO ഹാളിൽ നടന്ന പരിപാടിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി M സ്വരാജിന് പുസ്തകം കൈമാറി. തലശ്ശേരി കടൽപ്പാലം നവീകരിക്കുന്നതിന്റെ ഭാഗമായി എഞ്ചിനീയേഴ്സും ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം സന്ദർശനം നടത്തി. വിശദമായ പഠനത്തിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. എൺപത്തിയൊന്നാമത് വക്കം ഖാദർ രക്തസാക്ഷിത്വ ദിനാചരണം ആദരിച്ചു. മതസൗഹാർദ്ദ റാലിയോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം V ശശി MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹ നന്മയ്ക്കായുള്ള സേവനത്തിന് ജില്ലാ പഞ്ചായത്ത് അംഗം R സുഭാഷിനെ പരിപാടിയിൽ ആദരിച്ചു. രണ്ടാം കേരള ബറ്റാലിയൻ NCCയുടെ വാർഷിക ക്യാമ്പ് ആരംഭിച്ചു. 2025 റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കേണ്ട കേഡറ്റുകളുടെ തെരഞ്ഞെടുപ്പും പരിശീലനവും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. കേണൽ ജയശങ്കർ ചൗധരി, ക്യാമ്പ് അഡ്ജന്റ് ബിനുകുമാർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. വയനാടിന് കൈത്താങ്ങുമായി ശ്രീചിത്ര സ്റ്റാഫ് യൂണിയൻ. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള 1,10,000 രൂപയുടെ ചെക്ക് ജനറൽ സെക്രട്ടറി KV മനോജ് കുമാർ മുഖ്യമന്ത്രിക്ക് കൈമാറി. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി കാക്കപ്പൂ ഓണപ്പാട്ട്. തുളസിരാജ് നീലേശ്വരത്തിന്റെ വരികൾക്ക് സംഗീതം നൽകി ആലപിച്ചത് ഉമേഷ് നീലേശ്വരം. ദൃശ്യ സംവിധാനം നിർവഹിച്ചത് നിശാന്ത് തലയെടുക്കം. റീഡിംഗ് എടുക്കാൻ വന്ന KSEB ജീവനക്കാരനെ മർദ്ദിച്ച് ഗൃഹനാഥൻ. എറണാകുളം പനങ്ങാട്ടാണ് സംഭവം. മർദ്ദന ദൃശ്യങ്ങൾ പുറത്ത്. ഗൃഹനാഥനെതിരെ പോലീസിൽ പരാതി നൽകി KSEB ജീവനക്കാർ.
വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി നടി ശാലു മേനോൻ നടത്തുന്ന ജയകേരള സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് 50,000 രൂപ കോട്ടയം ജില്ലാ കളക്ടർ മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വയനാടിന് കൈത്താങ്ങായി കോട്ടയം നഗരസഭ 51-ാം വാർഡിലെ നന്മ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ സമാഹരിച്ച 51,601 രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. MG സർവകലാശാലയിലെ NSSന് ഇനി പ്രൊഫഷണൽ നാടൻപാട്ട് സംഘവും അഫിലിയേറ്റഡ് കോളേജുകളിലെ NSS യൂണിറ്റുകൾക്കായി നടത്തിയ നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുത്തവരിൽ 20 വിദ്യാർത്ഥികളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. പ്രത്യേക പരിശീലനം നൽകിയ ശേഷമായിരിക്കും പരിപാടികൾ അവതരിപ്പിക്കുക. ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലിത്തോട്ടമൊരുക്കി കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റുകൾ മന്ത്രി AK ശശീന്ദ്രൻ ചെണ്ടുമല്ലിത്തോട്ടത്തിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മണിക്കൂറുകളോളം ചികിത്സ ലഭ്യമാകാതെ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കേസെടുത്തത് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലെ MGM ആശുപത്രിയിലാണ് സംഭവം. രാജസ്ഥാനിൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തി മുതലകൾ. 3 മുതലകളാണ് ജനവാസ മേഖലയിലെത്തിയത്. 2 എണ്ണത്തെ വനം വകുപ്പ് പിടികൂടി ആളൊഴിഞ്ഞ ഇടങ്ങളിൽ തുറന്നുവിട്ടു. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത് പാകിസ്ഥാൻ സൈന്യം. ഒരു BSF സൈനികന് പരിക്കേറ്റതായ അധികൃതർ. പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഉദ്യോഗസ്ഥൻ. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ അമേരിക്കൻ സന്ദർശനത്തിനിടെ അമേരിക്കൻ കമ്പനികളുമായി 2,600 കോടി രൂപയുടെ നിക്ഷേപക കരാറുകൾ ഉറപ്പിച്ചതായി തമിഴ്നാട് സർക്കാർ. ഈ കരാറുകൾ 2,666 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരുമെന്നും 5,365 തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കുമെന്നും പ്രസ്താവനയിൽ. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ കൂടുതൽ യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നതായി റിപ്പോർട്ട്. ഇന്ത്യയിലെ കൗമാരപ്രായക്കാർക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്ത് ദിനംപ്രതി റോഡപകടങ്ങളും മരണങ്ങളും ഉയരുന്നുവെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. ഓരോ മണിക്കൂറിലും രാജ്യത്ത് 53 അപകടങ്ങളും 18 മരണങ്ങളും സംഭവിക്കുന്നുവെന്നും 45% അപകടങ്ങൾ ഇരുചക്രവാഹനങ്ങൾ മൂലമാണ് നടക്കുന്നതെന്നും നിതിൻ ഗഡ്കരി. ജമ്മു കാശ്മീരിലെ ഒരു എയർഫോഴ്സ് സ്റ്റേഷനിലെ വിംഗ് കമാൻഡർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വനിതാ ഫ്ലൈയിംഗ് ഓഫീസർ. ബലാത്സംഗം, മാനസിക പീഡനം, തുടർച്ചയായി പിന്തുടരൽ എന്നിവ ആരോപിച്ചാണ് ഉദ്യോഗസ്ഥ രംഗത്തെത്തിയത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് ഫോഗട്ടിനെതിരെ ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയെ ഇറക്കി BJP. ജുലാന മണ്ഡലത്തിൽ നിന്നാണ് ഇരുവരും ജനവിധി തേടുന്നത്. BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോഴാണ് യോഗേഷിന്റെ പേരും ഉൾപ്പെട്ടത്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് പ്രായപരിധി ഏർപ്പെടുത്താനൊരുങ്ങിയ ഓസ്ട്രേലിയ. ഈ വർഷം തന്നെ ഇതിനുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ്. ഭൂമിയുടെ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ ISRO. അപ്പോഫിസ് എന്ന വലിയ ചിഹ്നഗ്രഹത്തെക്കുറിച്ചാണ് ISROയുടെ വെളിപ്പെടുത്തൽ. 2029 ഏപ്രിൽ 13 ഭൂമിയുമായി ഏറ്റവും അടുത്തെത്താനുള്ള സാധ്യതയുണ്ടെന്നും ISRO.
3 വർഷത്തിനുള്ളിൽ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സമ്പത്ത് ലക്ഷം കോടിയായി വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട്. 23,700 കോടി ഡോളറാണ് മസ്കിന്റെ ആസ്തി. 2027ഓടെ 1 ലക്ഷം കോടി ഡോളറായി വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. ദൈവത്തിന്റെ മകനായി സ്വയം പ്രഖ്യാപിച്ച ഫിലിപ്പീൻസിലെ ആൾദൈവം അറസ്റ്റിൽ. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമവും മനുഷ്യക്കടത്തുമടക്കമുള്ള കേസുകളിലാണ് അറസ്റ്റ്. കാർഗോ സർവീസ് രംഗത്തെ പ്രമുഖ കമ്പനിയായ എം ഗ്രൂപ്പ് വിജയകരമായ 27ാം വർഷത്തിലേക്ക്. 27ാം വാർഷികാഘോഷവും ഗ്രൂപ്പിന്റെ പുതിയ ആപ്പ് പ്രകാശനവും ദുബായിൽ നടന്നു. റിയാദ് എഡിയു എക്സ്പോ സെപ്റ്റംബർ 13-ന് അൽ യാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടി ടാർഗറ്റ് ഗ്ലോബൽ അക്കാഡമിയും ഫോക്കസ് ഇന്റർനാഷണലും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത്. എഞ്ചിനീയർമാരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾക്ക് പരിശോധന നടത്തി അംഗീകാരം നൽകുന്ന ചുമതലയിൽ നിന്നും കുവൈറ്റ് എഞ്ചിനീയറിംഗ് സൊസൈറ്റിയെ ഒഴിവാക്കാൻ തീരുമാനം. മാനവശേഷി അതോറിറ്റിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് തീരുമാനമെടുത്തത്. UAE പാസ് ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ദുബായ് ഇമിഗ്രേഷൻ. പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും അപരിചിതരുമായി UAE പാസ് ലോഗിൻ വിവരങ്ങളോ OTP നമ്പറുകളോ പങ്കിടരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കർഷകശ്രീ അവാർഡ് കരസ്ഥമാക്കി ദമാമിലെ പ്രവാസി മലയാളി. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ജോൺ തങ്കച്ചനാണ് അവാർഡ്. അൻപത് ദിനങ്ങൾ പിന്നിട്ട് ദേവദൂതൻ വിജയമാഘോഷമാക്കി സിബി മലയിൽ. വിനീത്, രഘുനാഥ് പാലേരി ഉൾപ്പെടെയുള്ളവർ. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി വിജയാഘോഷത്തിന്റെ വീഡിയോ. ടൊവിനോ ചിത്രം ARMന് UA സർട്ടിഫിക്കേഷൻ. ചിത്രം സെപ്റ്റംബർ 12-ന് ഓണം റിലീസായി തിയേറ്ററുകളിലെത്തും. നവാഗതനായ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ്. ജൂനിയർ NTR പ്രധാന വേഷത്തിലെത്തുന്ന ദേവരയുടെ ആദ്യ ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറക്കി. കൊരട്ടല ശിവയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമായി മനോരാജ്യം ചിത്രത്തിലെ പ്രൊമോ ഗാനം. 4 പാട്ടിലും എന്ന് തുടങ്ങുന്ന ഗാനത്തിന് റഷീദ് പാറയ്ക്കൽ, രാജു ജോർജ് എന്നിവർ ചേർന്നാണ് വരികൾ എഴുതിയത്. നടി അന്നാരാജൻ, യൂനുസ് ആൻലിയ സാബു എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത്. ദളപതി വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് സംവിധായകനാകുന്നുവെന്ന് റിപ്പോർട്ട്. സന്ദീപ് കിഷൻ നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്താകും ജെയ്സണിന്റെ അരങ്ങേറ്റമെന്നും റിപ്പോർട്ട്. ത്വര ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കോഴിക്കോട് നടന്നു. നവാഗതനായ ഇന്ത്യനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. പ്രശസ്ത സംവിധായകൻ ഷാജൂൺ കുര്യനാണ് ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.